വൻകിട കമ്പനികൾ പോലും ഇതിപ്പോൾ കയറ്റിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന്. അപ്പോൾ യൂറോപ്പ്, USA, കാനഡ, ഓസ്ട്രേലിയ അവിടെയൊക്കെയുള്ള ഇന്ത്യൻ പോപ്പുലേഷനാണ് ഇത് യൂസ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഡിമാൻഡുള്ള നല്ലൊരു എക്സ്പോർട്ട് മാർക്കറ്റുള്ള ഒരു പ്രോഡക്റ്റ് ഫ്രോസൺ ഗ്രേറ്റഡ് കോക്കനട്ട്, അല്ലെങ്കിൽ ഫ്രോസൺ സ്ലൈസ്ഡ് കോക്കനട്ട് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് തേങ്ങയുടെ കാമ്പ് വെച്ചുള്ള ഉൽപ്പന്നങ്ങൾ കണ്ടു. ഇനി ആ കാമ്പ് പൊട്ടിക്കുമ്പോൾ എടുക്കുമ്പോൾ എന്തായാലും തേങ്ങ പൊട്ടിക്കുക, അപ്പോൾ വെള്ളം വരും അല്ലേ? അപ്പോൾ തേങ്ങാ വെള്ളം നമ്മൾ എന്താ ചെയ്യുക? അതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിഹാരമാണ് തേങ്ങാ വെള്ളം വെച്ച് വിനാഗിരി. നാറ്റാടിയൊക്കെ കൂടെ ഫോട്ടോയാണ് കൊടുത്തിരിക്കുന്നത്. ഇത് പറഞ്ഞല്ലോ ജെല്ലി പോലെ ഒരു പ്രോഡക്റ്റിന് അതിൻ്റെ ഫോട്ടോയാണ്. അതിൻ്റെ പോലുള്ള ബോട്ടിലുകളിലാണ് ആ ഡ്രിങ്ക് വരുന്നത്. അതിൻ്റെ പീസസും അതിൻ്റെ ആ ഡ്രിങ്ക് നാറ്റാടിയൊക്കെ അങ്ങനെ തന്നെ പാക്ക് ചെയ്ത് വരുന്നുണ്ട് കേട്ടോ. ക്യാനുകളിലൊക്കെ ആക്കി വരുന്നുണ്ട്. അപ്പോൾ അത് വളരെ നല്ല ഇപ്പോൾ ഡിമാൻഡ് ആയി വരുന്നുണ്ട് ഇങ്ങനത്തെ പ്രോഡക്ട്സിന്. പിന്നെ വിനാഗിരിക്ക് പ്രത്യേകിച്ച് ട്രെയിനിങ് നമ്മുടെ പറഞ്ഞല്ലോ ചിരട്ട നമ്മൾ പൊടിച്ച് പൾവറൈസറിന്റെ സഹായത്തോടെ പൊടിച്ച് തെച്ചുപൊടിയാക്കി മാറ്റുന്നു. അപ്പോൾ ഈ ചിരട്ടയിൽ നിന്നുള്ള ഈ ഒരു പൊടിയുടെ പ്രത്യേകത പെട്ടെന്നൊന്നും പൂപ്പലൊന്നും വരത്തില്ല, ഫംഗസ് ഒന്നും പെട്ടെന്ന് വരില്ല. അപ്പോൾ അത് നല്ലതാണ്. റോ മെറ്റീരിയൽ 12,000 ചിരട്ടയാണെങ്കിൽ ചിലപ്പോൾ അവിടെ ഒരു ടൺ കിട്ടും. അതാണ് അതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത്. ചാർക്കോൾ എന്ന് പറഞ്ഞാൽ ചിരട്ടക്കരി 30,000 ചിരട്ടയിൽ ഏകദേശം ഒരു ടൺ ചാർക്കോൾ കിട്ടും. അതിൻ്റെ ഈൽഡ് എന്ന് പറയുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ, ചിരട്ടക്കരിയെ ഉത്തേജിപ്പിച്ചാണ് ആക്ടിവേറ്റഡ് കാർബൺ ഉണ്ടാക്കുന്നത്. ആക്ടിവേറ്റഡ് കാർബൺ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് വാട്ടർ പ്യൂരിഫിക്കേഷൻ, പിന്നെ സസ്യ എണ്ണകൾ ശുചീകരിക്കുന്നതിന്, പിന്നെ ഇതേപോലെ കോസ്മെറ്റിക് പ്രോഡക്ട്സ്, സോപ്പ്, ഷാമ്പു, ടൂത്ത് പേസ്റ്റ് ഇതേപോലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇൻഡസ്ട്രിയൽ മാസ്കുകളിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഉപയോഗങ്ങളാണ് ആക്ടിവേറ്റഡ് കാർബണിൽ ഉള്ളത്. ഇത് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ട്രെയിനിങ് കൊടുക്കുന്ന കുറച്ച് പ്രോഡക്ട്സിന്റെ ഫോട്ടോസ് ആണ്. ആദ്യം കാണിച്ചിരിക്കുന്നത് കോക്കനട്ട് ക്ലസ്റ്റർ. അത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലൊന്നും അധികം കാണത്തില്ല. കോക്കനട്ട് ക്ലസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഡെവലപ്പ് ചെയ്ത ഒരു പ്രോഡക്റ്റ്. അതായത് നാളികേര ചിപ്സും അതിൻ്റെ കൂടെ കുറച്ച് എഡിബിൾ സീഡ്സ് എന്ന് പറയുമ്പോൾ മത്തൻ, സൂര്യകാന്തിയുടെ അരി ഉണ്ടല്ലോ, സൺഫ്ലവർ സീഡ്, ഷിയ സീഡ്, ഇതെല്ലാം കൂടെ വെച്ചിട്ട് ഒരു ക്ലസ്റ്റർ പോലെ, ഒരു സ്നാക്ക് പോലെ, ഇപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. വളരെ നമ്മുടെ ശരീരത്തിന് പ്രോട്ടീനും ഫൈബറും ഒക്കെ ധാരാളം തരുന്ന ഒരു സ്നാക്കാണ് കോക്കനട്ട് ക്ലസ്റ്റർ എന്ന് പറയുന്നത്. അത് നമ്മുടെ ടെക്നോളജി ഉണ്ട്, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിൻ്റെ ടെക്നോളജി ഉണ്ട്. പിന്നെ കോക്കനട്ട് കുക്കീസ് സാധാരണ നമുക്കറിയാം, ബട്ടർ കുക്കീസ് അതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതിനകത്ത് തേങ്ങയും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ കോക്കനട്ട് ചട്നി പൗഡർ, അതായത് ചമ്മന്തിപ്പൊടി, ചമ്മന്തിപ്പൊടി. പിന്നെ കോക്കനട്ട് ചോക്ലേറ്റ്, കോക്കനട്ട് പിക്കിൾ ആരെങ്കിലും ചേച്ചിമാരാരെങ്കിലും അച്ചാറിട്ടിട്ടുണ്ടോ? തേങ്ങ ഇല്ല. നമുക്ക് തേങ്ങ അധികം മൂപ്പെത്താത്ത തേങ്ങയാണെങ്കിൽ അച്ചാറിടാൻ നല്ലൊരു പ്രോഡക്റ്റാണ്. നമ്മൾ കൊടുക്കുന്നുണ്ട്. മൂത്ത തേങ്ങ എന്ന് പറയുമ്പോൾ 12 മാസം പറ്റിയ തേങ്ങ, അതിന് മൂപ്പ് കുറഞ്ഞ തേങ്ങ എടുക്കണം അച്ചാറിടാൻ. അതൊരു 10 മാസം പാകമുള്ള തേങ്ങ എടുക്കണം. അതായത് അപ്പത്തിനൊക്കെ ആയിരിക്കാം നമ്മൾ അധികം എടുക്കാത്ത തേങ്ങ, അതെടുത്ത് അച്ചാറിട്ടാലും വളരെ നല്ലതാണ്. മാങ്ങ അച്ചാറൊക്കെ പോലെ. പിന്നെ കോക്കനട്ട് ലെമണേഡ് എന്ന് പറഞ്ഞാൽ ഈ സ്ക്വാഷാണ്. തേങ്ങ വെള്ളം സ്ക്വാഷ് ആക്കി മാറ്റും. ഇഞ്ചി നീര്, നാരങ്ങ നീരൊക്കെ ചേർത്ത്. പിന്നെ ഹോസ്റ്റോറിയം പൗഡർ എന്ന് പറഞ്ഞാൽ പൊങ്ങിന്റെ പൊടി, അതിനാണ് ഹോസ്റ്റോറിയം പൗഡർ എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട മറ്റ് ഉൽപ്പന്നങ്ങൾ. പിന്നെ നീര ഉൽപ്പന്നങ്ങളുടെ ഫോട്ടോസാണ്. ശർക്കരയുണ്ട്, പഞ്ചസാരയുണ്ട്. ആ ശർക്കര വെച്ചിട്ടുള്ള ഹൽവ, ചോക്ലേറ്റ്, അരി ഉണ്ട പോലത്തെ പ്രോഡക്ട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇത് ചിരട്ട വെച്ചുള്ള കരകൗശല വസ്തുക്കളാണ്. അടുത്തത് ഹസ്ക്, തൊണ്ട് വെച്ചുള്ള ഉൽപ്പന്നങ്ങൾ, ഇല, തെങ്ങിൻ തടി വെച്ച് ഫർണിച്ചറുകൾ, കട്ടറീസ് ഒക്കെ നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും. അക്ഷരാർത്ഥത്തിൽ എന്താണ്? കൽപ്പവൃക്ഷമാണ് അല്ലെ? എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഉൽപ്പന്നങ്ങൾ. ഇനി അതിൻ്റെ പ്രോസസ്സിംഗ് രീതികൾ വിഷ്ണു വിശദീകരിച്ചു തരുന്നത്.